ഇന്ന് നമുക്കൊരു ക്യാപ്സിക്കം റൈസ് ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച്. എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഞാൻ ജിജി. നമുക്ക് തുടങ്ങാം. ഇതിന് വേണ്ടത് ഒരു പൗഡർ മസാലയാണ്. നമുക്ക് ഉഴുന്ന്, പരിപ്പ്, ജീരകം, മല്ലി അസച്ച് ഞാൻ അതിൽ തന്നെ എടുത്തേക്കണേ. പിന്നെ അതുപോലെ വറ്റൽമുളക്, ഇതെല്ലാം കൂടെ നമുക്കൊരു പൗഡറാക്കി എടുക്കണം. ഇനി ഇതൊന്നും കിട്ടുന്നില്ല എങ്കിൽ സാമ്പാർ പൊടി ആയാലും മതി, അതും ഇതുപോലെ തന്നെയാണ്. വേണ്ടത് 2 സവോളയാണ്, എന്നാൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കുറച്ച് വെളുത്തുള്ളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമുക്ക് വാളംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കണേ. തേങ്ങയാണ്, അപ്പോൾ തന്നെ ചിരണ്ടി എടുത്താണ് അത്രയും നല്ലത്. നമുക്ക് വേണ്ടത് ചോറാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്ന ബസ്മതി റൈസാണ്. വെള്ളമില്ലാതെ എടുക്കണം. അതായത് നിങ്ങളെങ്ങനെയാണോ വേവിക്കുന്നത് അതുപോലെ തന്നെ വേവിച്ചിട്ട് ഊറ്റി വെള്ളമില്ലാതെ എടുക്കണം. പിന്നെ തലേദിവസം ബാക്കി വന്നിരിക്കുന്ന റൈസല്ല, ലെഫ്റ്റ് ഓവർ റൈസ് ആയാലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതായാലും എടുത്താലും മതി. ഇനി വേണ്ട കാര്യം എന്താ വെച്ചാൽ ക്യാപ്സിക്കമാണ്. ഞാൻ പച്ച ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കളർ വേറെ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഒത്തിരി കട്ടിയില്ലാതെ എടുക്കരുത്, ഇച്ചിരി കട്ടിയായിട്ട് തന്നെ എടുക്കണേ. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ആ പൗഡർ മസാല ഉണ്ടാക്കാം. പൗഡർ മസാലയ്ക്ക് ഉഴുന്ന്, മല്ലി, പരിപ്പ്, അതുപോലെ ജീരകം, വറ്റൽമുളക്, ഇതെല്ലാം എണ്ണയൊന്നും ഇല്ലാതെ തന്നെ ഒരു പാനിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്കത് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ വേറൊരു ടേസ്റ്റ് വരും. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക, കരിഞ്ഞു പോകരുത്. എണ്ണ ഒഴിക്കുകയും വേണ്ട. അല്ലാതെ ചൂടായി കഴിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുന്ന സമയത്ത് മിക്സിയിൽ ചെറിയ ബൗളിലിട്ട് ഇത് നല്ല പൗഡറാക്കി വെക്കുക. ഇതിൻ്റെ അകത്ത് കറിവേപ്പില ഇടണമെങ്കിൽ ഇടാം, പക്ഷേ ഞാൻ ഇട്ടില്ല. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇടാം. ആയിട്ടുണ്ട്. നമുക്കിനി മിക്സിയിൽ ചെറിയ ബൗളിലിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കാം. ഇത് മാത്രമാണ് നമുക്കിനകത്ത് മസാലയായിട്ട് ചേർക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. കോക്കനട്ട് ഓയിലായാലും ഒരു കുഴപ്പമില്ല, ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലാക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ഇട്ടേക്കുന്നത്, കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ നെയ്യ്. ഇനി നെയ്യ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ഉഴുന്നിടാം. കുറച്ച് ഉഴുന്ന് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ്. കൂടെ കടുക് വിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിക്കഴിഞ്ഞ ഉടനെ നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് അടുത്തത് നമ്മളിടുന്നത് തേങ്ങയാണ്. തേങ്ങ ഇപ്പം തന്നെ ചിരണ്ടി തരണം കേട്ടോ, എങ്കിലേ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കൂടുതൽ എണ്ണ ഇറങ്ങുള്ളൂ. തേങ്ങ ഇടണം. തേങ്ങയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ആ തേങ്ങ ഒന്ന് മൂക്കുന്നൊരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പം ആ സ്മെല്ല് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അപ്പം ഉഴുന്നും കടുകും കറിവേപ്പിലയും തേങ്ങയും കൂടെ തേങ്ങ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പൗഡർ മസാല ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. ഈ നേരത്ത് വേണമെങ്കിൽ കുറച്ചൊരു എണ്ണ നിങ്ങൾക്ക് ഒന്ന് ഈ എന്തിൽ ആഡ് ചെയ്യാം. നമ്മളിട്ട മസാല എല്ലാം കൂടെ മേളിൽ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലോട്ടിടേണ്ടത് വെളുത്തുള്ളി, നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, സവോള, അതുപോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാപ്സിക്കം. ഇത് മൂന്നും ഇട്ടിട്ട് ഈ മസാലയ്ക്കകത്ത് കിടന്ന് അതൊന്ന് റോസ്റ്റ് ആവണം. ക്യാപ്സിക്കം ഒത്തിരി വേവിക്കേണ്ട, കാരണം എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഈ അവസാന സമയത്ത് ഇടുന്നത്. ഉള്ളി ആയാലും ഒത്തിരി വെന്തല്ല ഈ റൈസിനകത്ത് ഇരിക്കുന്നത്, കുറച്ച് ഫ്രഷായിട്ട് തന്നെയാണ്. ഒത്തിരി അപ്പം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിനി അടുത്തത് ഉപ്പാണ് ഇടേണ്ടത്. ഉപ്പ് ആവശ്യത്തിനിടുക. എത്രയാണോ നമുക്ക് വേണ്ടതനുസരിച്ച്. ഓർക്കേണ്ട കാര്യം, ചോറിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ ഉപ്പിടുമ്പോഴത്തേക്കും ആ സവാള എന്നുള്ള വെള്ളമൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ഇറങ്ങും. ഇനി ഇടേണ്ട ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് കായമാണ്. കായം നിങ്ങൾക്ക് പൗഡറോ അല്ലെങ്കിൽ പീസായിട്ട് കിട്ടത്തില്ലേ, ഏതായാലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് പൗഡറാണ്, ഞാനതാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊക്കെ സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് ബസ്മതി അരിയാണത്. ആ 1 കപ്പ് ബസ്മതി അരിയുടെ ചോറ് ഞാൻ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. നോക്കേണ്ട കാര്യം, ആ ഗ്രെയിൻ പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കണ്ട് വിളക്കണം. ഓക്കെ, ഇതുപോലെ. എന്നിട്ട് നമ്മളിനി ആ അരിനെ ഒന്ന് ഈ മസാലയായിട്ട് യോജിപ്പിക്കണം. ഒത്തിരി ഇട്ട് ഇളക്കിയ ആ ഗ്രെയിനെല്ലാം പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ ഈ ലോങ് റൈസിനാകുമ്പോൾ കാണാൻ ഭംഗി കേട്ടോ. ചെറിയ റൈസിലുണ്ടാക്കിയപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായിരുന്നില്ല, പക്ഷേ ലോങ് റൈസിലാകുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. റൈസ് എല്ലാം മസാലയായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത് പുളിയുടെ വെള്ളമാണ്.
ടാമറിൻഡ് നമ്മുടെ വാളംപുളിയുടെ വെള്ളം ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാര്യം ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇപ്പോൾ അതുപോലെ നമ്മൾ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല പുളിരസത്തിന് വേണ്ടിയിട്ടേ. അപ്പോൾ ഇത്തിരി ഒഴിച്ചാൽ മതി കേട്ടോ. പുളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. പക്ഷേ ക്യാപ്സിക്കത്തിൻ്റെ ആ മെയിൻ ഇത് കളയരുത്. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ആവി കയറണം. അപ്പോൾ എല്ലായിടത്തോട്ടും ഇതെല്ലാം ഒന്ന് പിടിക്കും. മൂടി വെച്ചിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ പുളിവെള്ളം ഒഴിച്ചില്ലേ, അതിൻ്റെ മോയ്സ്ചർ കൊണ്ട് തന്നെ ഒരാവി ഉണ്ടായിട്ട് ആ ക്യാപ്സിക്കത്തിൻ്റെ സ്മെല്ല് എല്ലായിടത്തോട്ടും വരും. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാപ്സിക്കം റൈസ്. ക്യാപ്സിക്കം മാത്രമല്ല നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിനകത്തുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. നല്ല ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാണ്. Thank you. Bye-bye.